നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ക്രൈസ്തവ വിശ്വാസികളെ BJPക്കെതിരെ തിരിച്ചുവിടാൻ ശ്രമം നടക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ആഘോഷത്തിനെത്തി. ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ക്രൈസ്തവ സഭാ നേതാക്കളുമൊത്ത് ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ആഘോഷം. CBCI ആസ്ഥാനത്ത് നടന്ന ആഘോഷത്തിൽ വിവിധ കത്തോലിക്ക സഭകളുടെ പ്രമുഖരടക്കം 300ഓളം പേർ പങ്കെടുത്തു. സഭാ നേതാക്കൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്നേഹവും സാഹോദര്യവുമാണ് ക്രിസ്തുവിന്റെ സന്ദേശം. അത് ശക്തിപ്പെടുത്താൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്നും സമൂഹത്തിൽ അക്രമം നടത്തുന്ന ശ്രമങ്ങളിൽ വേദനയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ അക്രമം പടർത്തുന്നവർക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ ക്രൈസ്തവ സഭകളോട് നരേന്ദ്രമോദി അപേക്ഷിച്ചു. ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ അടക്കം നടന്ന അക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മോദി CBCI ആസ്ഥാനത്ത് നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ദാരിദ്ര്യത്തിനെതിരെ ഇന്ത്യ നടത്തുന്ന യുദ്ധം യേശുക്രിസ്തുവിന്റെ വചനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണെന്നും മോദി പറഞ്ഞു. വൈകിട്ട് 6:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലെ CBCI ആസ്ഥാനത്ത് എത്തിയത്. കത്തോലിക്ക സഭകളുടെ പ്രധാന നേതാക്കൾ ചേർന്ന് മോദിയെ സ്വീകരിച്ചു. 1.5 മണിക്കൂർ അദ്ദേഹം CBCI ആസ്ഥാനത്തുണ്ടായിരുന്നു. കുട്ടികളുടെ ക്രിസ്മസ് ഗാനങ്ങളും സ്റ്റീഫൻ ദേവസിയുടെ സംഗീതവുമൊക്കെ മോദി കേട്ടിരുന്നു. മന്ത്രി ജോർജ് കുര്യന്റെ വീട്ടിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടിയാണ് മോദി പ്രസംഗം തുടങ്ങിയത്. മാർപ്പാപ്പയെ 2 തവണ കണ്ടെന്നും ഇന്ത്യയിലേക്ക് ക്ഷണിച്ചെന്നും മോദി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലും യമനിലും ബന്ദികളായിരുന്ന ഫാദർ അലക്സ് പ്രേം, ഫാദർ ടോം ഉഴുന്നാലിൽ എന്നിവരെ രക്ഷിക്കാനായത് ഇന്നത്തെ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിന് തെളിവാണെന്നും മോദി പറഞ്ഞു. യേശുക്രിസ്തു നൽകിയത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ്. എന്നാൽ സമൂഹത്തിൽ ഭിന്നതയും അക്രമവും ചില ശക്തികൾ നടത്തുന്നത് തന്നെ വേദനിപ്പിക്കുന്നുവെന്ന് വ്യക്തമാക്കിയാണ് ശ്രീലങ്കയിലെ പള്ളികളിലും ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ അടുത്തിടെ നടന്ന ആക്രമണവും മോദി പരാമർശിച്ചത്. പുതിയ കർദിനാൾ മാർ ജോർജ് കൂവക്കാടിനെ മോദി ചടങ്ങിൽ ആദരിച്ചു. ഇന്ത്യയിൽ നിന്നൊരാൾക്ക് ഈ അംഗീകാരം കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും മോദി പറഞ്ഞു. CBCI അധ്യക്ഷനും മാർ ആൻഡ്രൂസ് താഴത്ത്, കർദിനാൾമാരായ മാർ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, മാർ ആന്റണി പൂല, മാർ ബസോലിയസ് ക്ലിമീസ്, മാർ ജോർജ് കൂവക്കാട്, മാർ ജോർജ് ആലഞ്ചേരി, മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ദില്ലി ആർച്ച് ബിഷപ്പ് മാർ അനിൽ കൂട്ടോ, ആർച്ച് ബിഷപ്പ് ജോർജ് ആന്റണി സാമി, ബിഷപ്പ് ജോസഫ് മാർ തോമസ്, ഫാദർ മാത്യു കോയിക്കൽ തുടങ്ങിയവർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, രാജീവ് ചന്ദ്രശേഖർ, അൽഫോൺസ് കണ്ണന്താനം, ടോം വടക്കൻ, അനിൽ ആന്റണി, അനൂപ് ആന്റണി, ഷോൺ ജോർജ് തുടങ്ങിയവരും പരിപാടിക്ക് എത്തിയിരുന്നു. മണിപ്പൂർ അടക്കമുള്ള വിവാദ വിഷയങ്ങൾ ചർച്ചയായില്ല. ക്രിസ്ത്യൻ നേതൃത്വവുമായുള്ള ബന്ധം ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശം തന്നെയാണ് മോദി തുടർച്ചയായ ഈ നീക്കങ്ങളിലൂടെ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.